ഹായ് ഫ്രണ്ട്സ്, അസ്സാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു ടെയിൽസ് ഓഫ് നെജു. ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാൽ ചായയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ പലരും ഉണ്ടാക്കി കാണും, അപ്പോൾ ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സെൻഡ് ആക്കുന്നത്. പിന്നെ ഈ ഒരു ചായയുടെ പ്രത്യേകത പഞ്ചസാരയും പാലും യൂസ് ആക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് യൂസ് ആക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ചായ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മഴയാണല്ലോ, അപ്പോൾ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ല ചൂട് പാൽ ചായ കുടിക്കാൻ നല്ല ആഗ്രഹമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ടീ റെസിപ്പിയാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിലൊരു ഏലക്കായ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ് മിൽക്ക് മെയ്ഡാണ് യൂസ് ആക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് നിങ്ങൾ ചായ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ആക്കി നോക്കേണ്ടതാണ്. നമ്മൾ പാല് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ചായയേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ചായ ഉണ്ടാക്കിയെടുക്കാം. പഞ്ചസാര ഇളക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. അതുപോലെ പാല് തിളപ്പിക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണല്ലോ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് 2 ടേബിൾ സ്പൂണാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ മധുരം നല്ലതുപോലെ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടോടെ തന്നെ ഇത് കുടിച്ച് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് നല്ലതുപോലെ ഇഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇതുപോലെ ചായ ഉണ്ടാക്കി കുടിച്ചവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. താങ്ക്